ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം 91. ഈശോ തൻ്റെ പിതൃ സഹോദരൻ അൽഫയൂസിൻ്റെ ഭവനത്തിൽ. ആ അതിര് കഴിയുമ്പോൾ നസ്രത്താണ്. നസ്രത്തിലെ ആദ്യ വീടുകൾ ഇപ്പോൾ ഏതാനും വാര അകലെ മാത്രമായി. ഈശോ, ഞങ്ങൾ പോകുന്നു. യൂദാ പറയുന്നു, ശരി, പൊയ്ക്കൊള്ളൂ. സഹോദരന്മാർ രണ്ടുപേരും ഓടിപ്പോകുന്നു. ഒരു പിതാവ് തന്നെയാണ്, പത്രോസ് പറയുന്നു. അവർ നസ്രത്തിലെത്തി. ഏതാനും സ്ത്രീകൾ ഈശോയെ കാണുന്നു, അതുപോലെ തന്നെ കുറേ പുരുഷന്മാരും കുട്ടികളും. എന്നാൽ മറ്റു സ്ഥലത്തെ പോലെ മിശിഹായെക്കുറിച്ച് വലിയ ആവേശമൊന്നും ഇവിടെ കാണുന്നില്ല. സാറയുടെ ഭർത്താവ് അൽഫയൂസ് ഈശോയെ കണ്ട് സന്തോഷത്തോടെ ഓടി വന്നു. നിന്റെ അമ്മ വീട്ടിലില്ല, ഭർത്തൃ സഹോദരൻ്റെ വീട്ടിലാണ്, എന്നാൽ താക്കോൽ എൻ്റെ വീട്ടിലുണ്ട്. ഈശോ താക്കോൽ വാങ്ങി പണിപ്പുരയിൽ കയറിക്കൊള്ളാൻ പറയുന്നു. അങ്ങ് എങ്ങോട്ടാണ് പോകുന്നത്? എൻ്റെ പിതൃ സഹോദരൻ അൽഫയൂസിൻ്റെ വീട്ടിലേക്ക്. പോകരുതേ ഈശോയെ, പോകരുതേ. അങ്ങയോട് അനാദരവ് കാട്ടാൻ അവരെ അനുവദിക്കരുതേ. വൃദ്ധന് ഒട്ടും സ്വയം നിയന്ത്രണമില്ലല്ലോ. പ്രായവും രോഗവും നിമിത്തമായിരിക്കാം, ഒരു ഭ്രാന്തനെ പോലെയാണ്, സാറായുടെ ഭർത്താവ് പറയുന്നു. എൻ്റെ കസിൻസ് എന്നെ സ്നേഹിക്കുന്നവരാണ്, അപ്പോൾ അത്രയും സ്നേഹം അവരോടും കാണിക്കേണ്ടതല്ലേ? പിന്നെ എനിക്ക് പ്രിയപ്പെട്ട 2 സ്ത്രീകളും അവിടെയുണ്ട്. എന്നെ തടയരുത്. ഈശോ വേഗത്തിൽ അൽഫയൂസിൻ്റെ അടുക്കള തോട്ടത്തിലെത്തി. അമ്മ മകനെ കാണുന്നു. ഓടി വന്ന് പറയുന്നു, വേണ്ട മകനെ, അകത്തേക്ക് കയറേണ്ട. മേരി വിളറി നിർജീവയായി നിൽക്കുന്നത് കണ്ടിട്ട് ഈശോയ്ക്ക് വിഷമമുണ്ട്. എന്നിട്ടും അമ്മയുടെ കൈകൾ മെല്ലെ മാറ്റി അകത്തേക്ക് കടക്കുന്നു. അകത്ത് മുട്ടകളും മുന്തിരിക്കുലകളും തേനുമെല്ലാം ഉടഞ്ഞ് കലങ്ങി തെറിച്ച് കിടക്കുന്നു. മക്കൾ കാനായിൽ നിന്ന് കൊണ്ടുവന്നവ. ഈശോയും ശിഷ്യരും കാനായിൽ കയറിയിട്ടാണ് വരുന്നത്. അകത്തു നിന്ന് വഴക്കിൻ്റെ ശബ്ദം കേൾക്കുന്നു. എനിക്കവർ തേനും കൊണ്ടുവന്നിരിക്കുന്നു. കയ്പ് കൊണ്ടെന്നെ നിറച്ച ശേഷം തേൻ കൊണ്ടുവന്നിരിക്കുന്നു. എൻ്റെ ചങ്കു പറിച്ച് തിന്നിട്ട് മുട്ടയും മുന്തിരിങ്ങയും കൊണ്ടുവന്നിരിക്കുന്നു. ഇറങ്ങിപ്പോകൂ, ഇറങ്ങിപ്പോകൂ. ഭാര്യയോട് പറയുന്നു, എനിക്ക് നിന്നെയും വേണ്ട. ആ ദുർബലയായ സ്ത്രീ എവിടെ? മകനെ അനുസരണയിൽ നിർത്താൻ കഴിവില്ലാത്ത അവൾ എവിടെ? അവൾക്കെല്ലാം ചെയ്യാൻ അറിയാം, എന്നെ നോക്കാൻ അവൾ മതി. അൽഫയൂസിൻ്റെ ഭാര്യ മേരി കരഞ്ഞുകൊണ്ടിറങ്ങിപ്പോകുന്നു. കനികാമേരി എളിമയോടും ക്ഷമയോടും കൂടി അകത്തേക്ക് ചെല്ലുന്നു. ഈശോയെ ഇളയമ്മയും തടയുന്നു. പക്ഷേ എന്നോടൊന്നും ചെയ്യുകയില്ല എന്ന് പറഞ്ഞ് ഈശോ മുറിയിൽ പ്രവേശിക്കുന്നു. അൽഫയൂസിന് സമാധാനം. മേരിക്ക് എല്ലാം അറിയാമെന്ന് മുമ്പ് പറഞ്ഞയാൾ മേരിയെ തുടരെ കുറ്റം പറയുകയാണെങ്കിലും മേരിയുടെ സഹായത്തോടെ ഒന്ന് കിടക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഈശോയുടെ അഭിവാദനം കേട്ട് തിരിഞ്ഞു പറയുന്നു, നീ ഇവിടെ വന്നോ? എന്നെ പരിഹസിക്കാൻ വന്നതാണോ? അതും കൂടി വേണം. അല്ല, സമാധാനം കൊണ്ടുവരാനാണ് ഞാൻ വന്നത്. എന്തിനാണ് ഇത്രയും ക്ഷോഭിക്കുന്നത്? അത് നിമിത്തം രോഗം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അമ്മ വിട്ടേക്കൂ, ഞാൻ പിടിച്ചുകൊള്ളാം. അമ്മ ആ കരിമ്പടങ്ങൾ ഒന്ന് പൊക്കിയാൽ മതി. ഈശോ ഒരു കൊച്ചുകുട്ടിയെ എടുത്തു കിടത്തുന്നത് പോലെ അയാളെ കിടക്കയിൽ കിടത്തി. മെലിഞ്ഞ് വിഷമിച്ച് കരഞ്ഞ് വല്ലാതെ ശ്വാസം വലിക്കുന്ന ഒരു അസ്ഥിപഞ്ജരം. ഈശോ ജനൽ തുറന്നിട്ടു. കണ്ണിലോട്ട് പ്രകാശം വരാതെ വിളക്കൽപ്പം മാറ്റിവെച്ചു. അമ്മേ, അടുപ്പത്തെന്തോ വേവിക്കുന്നത് കണ്ടല്ലോ, നല്ലതുപോലെ മധുരം ചേർത്ത് അതിങ്ങ് കൊണ്ടുവരൂ. അമ്മ അതനുസരിക്കുന്നു. നിങ്ങളാകെ വിയർത്തും തണുത്തുമിരിക്കുന്നല്ലോ, ഇതൽപ്പം കുടിക്കുന്നത് നല്ലതാണ്. എന്തുകൊണ്ടാണ് എന്നോടിത്ര കാര്യമായി പെരുമാറുന്നത്? അൽഫയൂസ് ചോദിക്കുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട്. അറിയാമല്ലോ, നേരത്തെ ഞാനും നിന്നെ സ്നേഹിച്ചിരുന്നു. ഇപ്പോൾ എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് എനിക്കറിയാം, എന്നാൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എനിക്കത് മതി. കുറെ കഴിഞ്ഞ് നിങ്ങൾ എന്നെ സ്നേഹിക്കും. എന്നെ ബഹുമാനിക്കുകയോ? നസ്രത്തിൽ എല്ലാവരും എന്നെ പരിഹസിച്ച് ചിരിക്കുന്നത് നീ കാരണമാണ്. എൻ്റെ മക്കൾ എന്നെ എതിർക്കുന്നത് നീ കാരണമാണ്. ദാവീദിൻ്റെ ഭവനം, ഈ ദൗർഭാഗ്യം കാണാൻ, ഒരുത്തൻ്റെ മുതുഭ്രാന്ത് നിമിത്തം നശിക്കുന്നത് കാണാൻ ഞാൻ ജീവിച്ചിരിക്കുന്നുവല്ലോ. എൻ്റെ സഹോദരൻ ചുണകെട്ടവനും എൻ്റെ സഹോദരൻ്റെ മേൽ പൂർണ്ണ ആധിപത്യം പുലർത്തിയവളുമായി യോജിക്കപ്പെട്ട ആ ദിവസം മുതൽ എൻ്റെ കുടുംബത്തിൽ ദൗർഭാഗ്യമാണ്. വിവാഹത്തോട് അവനൊരു താല്പര്യവുമില്ലായിരുന്നു. അനാഥരായ അവകാശിനികളെക്കുറിച്ചുള്ള നിയമം ശപിക്കപ്പെട്ടതാകട്ടെ, ആ വിവാഹം ശപിക്കപ്പെട്ടതായിരിക്കട്ടെ. ഈശോയുടെ അമ്മ ഭർത്തൃ സഹോദരൻ്റെ വിലാപം കേട്ട് കുറെ കൂടി വിളറി വെളുത്തു. എന്നാൽ ക്ഷമാപൂർവമുള്ള ആ പെരുമാറ്റത്തിൻ്റെ ഭവ്യതയ്ക്ക് ഒരു മാറ്റവും വരുന്നില്ല. അൽഫയൂസിൻ്റെ അരികിൽ നിന്ന് ആ പാനീയം കുടിക്കുവാൻ സഹായിക്കുന്നു. അൽഫയൂസ് ശരിയായല്ല സംസാരിക്കുന്നത്, എന്നാൽ ഇത്രയും രോഗിയായതിനാൽ എല്ലാം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. രോഗിയുടെ തല താങ്ങി പിടിച്ചുകൊണ്ട് ഈശോ പറയുന്നു,
ഓ ശരി, നീ പറയുന്നത് നീ മിശിഹ ആണെന്നാണല്ലോ. നീ അത്ഭുതം ചെയ്യുന്നുണ്ടെന്നാണ് ആളുകൾ പറയുന്നത്. എൻ്റെ മക്കളെ കൊണ്ടുപോയതിന് പകരം എന്നെ സുഖപ്പെടുത്തുകയെങ്കിലും ചെയ്തെങ്കിൽ എന്നെ സുഖപ്പെടുത്തൂ, എന്നാൽ ഞാൻ ക്ഷമിക്കാം. നിങ്ങളുടെ പുത്രന്മാരോട് ക്ഷമിക്കൂ. അവരോടെന്തെങ്കിലും പിണക്കം ബാക്കിയുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. അവരോട് ക്ഷമിക്കയോ? വൃദ്ധൻ വീണ്ടും ക്ഷുഭിതനാകുന്നു. നിയന്ത്രിക്കാൻ കഴിയാത്ത വികാരങ്ങൾ വേദന വർദ്ധിപ്പിക്കുന്നു. ഒരിക്കലുമില്ല, ദൂരെ പോകൂ, ദൂരെ. കൂടുതൽ ഉപദ്രവമേൽക്കാതെ എനിക്ക് മരിക്കണം. എന്ത് ചെയ്യാനാണ് എന്ന് തോന്നിയിട്ടെന്ന വണ്ണം ഈശോ ശാന്തനായിരിക്കുന്നു. അൽഫേയൂസ്, എന്നാൽ ഞാൻ പോകട്ടെ? ഞാൻ തീർച്ചയായും പോകണമോ? ചിറ്റപ്പ, എന്നെ തൃപ്തിപ്പെടുത്താൻ കഴിയുകയില്ലെങ്കിൽ പോവുക തന്നെ വേണം. ആ 2 സർപ്പങ്ങളോടും പറഞ്ഞേക്കൂ, അവരുടെ അപ്പൻ അവരോടുള്ള പിണക്കത്തിൽ തന്നെയാണ് മരിക്കുന്നതെന്ന്. അരുത്, അങ്ങനെ ചെയ്യരുത്. സ്വന്തം ആത്മാവിനെ നശിപ്പിക്കരുത്. ഇഷ്ടമില്ലെങ്കിൽ എന്നെ സ്നേഹിക്കണ്ട, എന്നാൽ വിരോധമരുത്. എന്നെ മാനസിക രോഗി എന്ന് വിളിച്ചുകൊള്ളൂ, എന്നാൽ വെറുക്കരുത്. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്കായി തരുന്നു. അൽഫയൂസ്, എന്നെ ആവശ്യമുണ്ടെങ്കിൽ ആളെ പറഞ്ഞയച്ചാൽ മതി. ഒന്നും സംഭവിക്കാത്ത രീതിയിൽ പ്രശാന്തനായി ഈശോ പുറത്തേക്ക് പോകുന്നു. ഓ ഈശോയെ, അവനോട് ക്ഷമിക്കണമേ, ഫെയൂസിൻ്റെ ഭാര്യ കരഞ്ഞുകൊണ്ട് പറയുന്നു. തീർച്ചയായും ക്ഷമിക്കുന്നു മേരി. ക്ഷമിക്കേണ്ട ആവശ്യം തന്നെയില്ല. വേദന സഹിക്കുന്നവനോട് എല്ലാം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ആള് ശാന്തനായല്ലോ. പ്രസാദവരം അവൻ അറിയാതെ തന്നെ ഹൃദയത്തിൽ പ്രവർത്തിക്കുന്നു. പിന്നെ നിന്റെ കണ്ണീരും യൂദാസും ജെയിംസും സഹിക്കുന്ന വേദനകളും അവരുടെ വിളിയിലുള്ള വിശ്വസ്തതയും എല്ലാമില്ലേ? ഇളയമ്മയുടെ വേദനിക്കുന്ന ഹൃദയത്തിൽ സമാധാനമുണ്ടാകട്ടെ. ഈശോ മേരിയെ ചുംബിച്ച് അടുക്കളത്തോട്ടത്തിലേക്ക് ഇറങ്ങുന്നു. വീട്ടിലേക്ക് പോവുകയാണ്. ചെന്ന് പണിപ്പുരയിൽ പ്രവേശിക്കുന്നു. ശിഷ്യന്മാരോടൊപ്പം ദുഃഖിച്ചിരിക്കുന്ന യൂദായെയും ജെയിംസിനെയും ആശ്വസിപ്പിക്കുന്നു.